الحمد لله نحمده ونستعينه ونستغفره ونستهدي به ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم ألم تر أن الفلك تجري في البحر بنعمة الله ليريكم من آياته إن في ذلك لآيات لكل صبار شكور സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലായി പല തരത്തിലുള്ള യാത്രകൾ നമ്മളൊക്കെ നടത്താറുണ്ട്. ഓരോ യാത്ര ചോദിക്കുന്ന സന്ദർഭത്തിലും നമ്മളൊക്കെ പറയുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ പ്രയോഗിക്കുന്ന ചില പ്രയോഗങ്ങൾ, ഞാൻ പോവുകയാണ്, ഞാൻ പോയി വരാം,
ഇത്യാദി പ്രയോഗങ്ങൾ നമ്മളൊക്കെ നടത്താറുണ്ട്. ഇനി നമുക്ക് വന്നിട്ട് കാണാം. ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഞങ്ങൾ പോയി വരട്ടെ. ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ പ്രയോഗിക്കുന്ന, യാത്രയുടെ സന്ദർഭത്തിൽ നമ്മൾ പ്രയോഗിക്കുന്ന പ്രയോഗങ്ങളാണ്. നമ്മുടെ കുടുംബത്തോട്, നമ്മുടെ കൂട്ടുകാരോട്, നമ്മുടെ നാട്ടുകാരോടൊക്കെ നമ്മൾ യാത്ര പറഞ്ഞ് മേൽ സൂചിപ്പിച്ച രൂപത്തിലുള്ള വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിലുള്ള യാത്ര പറച്ചിലുകൾ, ചില സന്ദർഭത്തിലൊക്കെ ഞാൻ പോവുകയാണ്, പോകട്ടെ എന്ന് പറയുമ്പോ നീ എന്താ അങ്ങനെ പറയുന്നത്, പോയി വരാം എന്ന് പറ, വരുമെന്ന പ്രതീക്ഷയിൽ. ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ എല്ലാം അവസാനിപ്പിച്ചു പോകുന്ന ഒരു അവസാന യാത്ര പോലെ, അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരുത്തുന്ന ചില ആളുകള്. വരുമെന്ന പ്രതീക്ഷയിൽ നമ്മുടെ കുടുംബത്തിൽ നിന്നും, മക്കളിൽ നിന്നും, വേണ്ടപ്പെട്ട നമ്മുടെ ആളുകളിൽ നിന്നുമൊക്കെ യാത്ര പറഞ്ഞുകൊണ്ട് നമ്മൾ പോകുമ്പോൾ ഒരുപക്ഷെ ആ യാത്രകൾ ചിലപ്പോൾ കേവലമായ മണിക്കൂറുകളോ അതേ രൂപത്തിൽ ചുരുങ്ങിയ സമയങ്ങൾക്കുള്ള യാത്ര ആണെങ്കിൽ പോലും ചിലപ്പോൾ മാസങ്ങൾ എടുത്തുകൊണ്ടുള്ള, വർഷങ്ങൾ കഴിഞ്ഞ് മടങ്ങി വരുമെന്ന പ്രതീക്ഷയിലുള്ള ആ രൂപത്തിലൊക്കെ ഉള്ള യാത്രകളൊക്കെ നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ സഹോദരന്മാരെ, ഒരുപക്ഷെ ആ മനുഷ്യന്റെ ജീവിതത്തിലെ അവസാന യാത്രയായിരിക്കാം ആ യാത്ര. തന്റെ ജീവിതത്തിൽ ഇനി താൻ ഇറങ്ങിപ്പോകുന്ന ആ വീട്ടിലേക്ക് ജീവനോടെ മടങ്ങി വരാൻ സാധിക്കാത്ത രൂപത്തിലുള്ള അന്ത്യയാത്രയായിരിക്കാം ഒരുപക്ഷെ തന്റെ മക്കളോട്, തന്റെ മാതാപിതാക്കളോട്, തന്റെ ഇണയോട്, തന്റെ കൂട്ടുകാരോട് അവൻ പറഞ്ഞു പോയിട്ടുള്ളത്. എത്രയെത്ര ആളുകൾ നമ്മുടെ അടുക്കൽ നിന്ന് യാത്ര പറഞ്ഞു പോയിട്ട് ജീവച്ഛവമായി തിരിച്ചു വന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ യാത്ര പോകുന്നവനോ അവനെ യാത്ര അയക്കുന്നവരോ അറിയുന്നില്ല ഈ മനുഷ്യന്റെ ജീവിതത്തിലെ അവസാന യാത്രയാണ്. ഇനി ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് അവനോടൊന്ന് സംസാരിക്കാൻ, ഒരുപക്ഷെ അവന്റെ മയ്യത്ത് മുന്നിൽ വെച്ചുകൊണ്ട് ആ മയ്യത്ത് കാണാൻ സാധിച്ചേക്കാം, ആ മയ്യത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് കരയാൻ നമുക്ക് സാധിച്ചേക്കാം. പക്ഷെ ആ മനുഷ്യനോടൊന്ന് സംസാരിക്കാൻ സാധിക്കാതെ, ഒരുപക്ഷെ ജീവനുണ്ട് പക്ഷേ ഒന്നനങ്ങാൻ പോലും സാധിക്കാത്ത, സംസാരിക്കാൻ സാധിക്കാത്ത രൂപത്തില് അബോധാവസ്ഥയിലേക്കാകുന്ന രൂപത്തിലുള്ള യാത്രകൾ. ഇങ്ങനെയൊക്കെ യാത്ര പോകുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ മലയാളികളൊക്കെ സങ്കടപ്പെട്ട 2 മരണ വാർത്തകളുണ്ട്, 2 അപകടങ്ങൾ. പ്രവാസ ലോകത്ത് കുടുംബത്തോടൊപ്പം മരണപ്പെട്ടു പോയ 2 മലയാളികളായ കുടുംബങ്ങൾ. പിഞ്ചു മക്കള് മരണപ്പെട്ടു പോയി, ഇല്ലേ? 4 മക്കള് ഒരു കുടുംബത്തിൽ നിന്ന് ഒന്നിച്ച് മരണപ്പെട്ടു പോവുകയാണ്. ഒരു പെൺകുട്ടി മാത്രം ബാക്കിയാകുന്നത്. ആ അപകടത്തിൽ ആ കുട്ടികളുടെ കൂടെയുണ്ടായിരുന്ന പിതാവിനെ വീൽ ചെയറിൽ ഇരുത്തിക്കൊണ്ട് ആ മക്കളുടെ മയ്യത്ത് കാണിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥ. സഹോദരങ്ങളെ, ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ആ 4 മക്കളുടെയും ആ മയ്യത്തിന്റെ അടുക്കൽ ബാക്കിയായി അള്ളാഹുവിന്റെ അവധിയെത്താത്ത ഈ ദുനിയാവിൽ ജീവനോടെ ബാക്കിയായ ആ സഹോദരി, ആ മയ്യത്തായ സഹോദരങ്ങളുടെ മുഖത്ത് ചുംബനം നൽകുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവർ കുടുംബത്തോടൊപ്പം ഒരു പ്രത്യേക ലക്ഷ്യത്തില് യാത്ര ഇറങ്ങിയ ആളുകളാണ്. ഈ രൂപത്തില് മരണപ്പെട്ടു പോകുന്നു നമ്മുടെയൊക്കെ കൂടെയുള്ള ആളുകൾ. ഇനി നോക്കിയേ, മദീനയിലേക്ക് സിയാറത്തിന് പോകുന്ന ഒരു കുടുംബം.
ആ കുടുംബത്തിലെ 2 മക്കളെ ബാക്കിയാക്കിക്കൊണ്ട്, 2 പെൺമക്കള് 15ഉം 7ഉം വയസ്സ് പ്രായമുള്ള 2 പെൺമക്കളെ ബാക്കിയാക്കിക്കൊണ്ട് കുടുംബനാഥനും അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ ഉമ്മയും 2 മക്കളും മരണപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ. ഈ അടുത്ത് നമ്മുടെയൊക്കെ ആദർശമുള്ള, നമ്മുടെയൊക്കെ ആദർശ പ്രബോധന പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിട്ടുള്ള, പ്രവാസ ലോകത്ത് ദഅ്വ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു സഹോദരൻ ലീവിന് നാട്ടിൽ വന്നു, കുടുംബത്തോടൊപ്പം ജീവിച്ചു. ചുരുങ്ങിയ ദിവസങ്ങളിൽ കുടുംബത്തോടൊപ്പം താമസിക്കാൻ കിട്ടിയ ആ സന്ദർഭങ്ങളിൽ പോലും പ്രബോധന പ്രവർത്തനങ്ങൾക്ക് രാവും പകലും ഇറങ്ങിത്തിരിച്ചൊരു സഹോദരൻ ലീവ് കഴിഞ്ഞ് പ്രവാസ ലോകത്തിലേക്ക് പോയി. 4 ദിവസമായപ്പോഴേക്ക് വീട്ടിൽ നിന്ന് പോയി, 4 ദിവസമായപ്പോഴേക്ക് അറ്റാക്ക് വന്നുകൊണ്ട് ആ സഹോദരൻ മരണപ്പെട്ടു പോകുന്നു. നിങ്ങൾ ഈ രൂപത്തിൽ പല ആളുകളും ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. നാട്ടിൽ വെടിക്കപ്പെടുന്ന ഓരോ ഖബറുകളും, അത് വിശ്വാസികളായ ആളുകൾക്ക് അതിൽ ചില വൃത്താന്തങ്ങളുണ്ട്, ചില ഖബറുകളുണ്ട്, ചില വാർത്തകൾ നമുക്ക് മുന്നിൽ വെക്കാനുണ്ട് എന്നുള്ള ബോധത്തോടു കൂടി ഒരു മുന്നറിയിപ്പാണ് ആ ഓരോ ഖബറുകളും ലോകത്ത് കുഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ യാത്രകൾ, നമ്മൾ യാത്ര പുറപ്പെടുന്ന സന്ദർഭത്തിൽ അത് റബ്ബുമായി ഒരു ബന്ധം ഉണ്ടായിക്കൊണ്ടായിരിക്കണം. നമ്മൾ യാത്ര പുറപ്പെടുന്ന സന്ദർഭത്തിൽ ആ യാത്ര അത് റബ്ബുമായി ഒരു ബന്ധം ഉണ്ടാക്കിക്കൊണ്ടായിരിക്കണം. ഇന്ന് യാത്രകൾ പോകാറുണ്ട് പല ആളുകളും. തങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ഇറങ്ങിത്തിരിച്ച് കൂട്ടുകാരോടൊത്ത് ആർത്തുല്ലസിച്ചുകൊണ്ട് ആനന്ദിക്കാൻ വേണ്ടി യാത്ര പോകുന്ന ആളുകളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, യാത്ര ഒരു പരീക്ഷണമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ പോകുന്ന യാത്രകൾ ഒരു പരീക്ഷണമാണ്. അവന്റെ ഇബാദത്തുകളിൽ നിന്ന്, അവന്റെ ഭക്ഷണ മര്യാദകളിൽ നിന്ന്, അവന്റെ വിശ്രമത്തിൽ നിന്നെല്ലാം ഭംഗം വരുത്തുന്നതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന യാത്ര. കൃത്യ സമയം നിശ്ചയിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ യാത്രയിൽ അവൻ ഉദ്ദേശിച്ച രൂപത്തിലുള്ള ഭക്ഷണം കൃത്യത പാലിക്കാൻ സാധിക്കുകയില്ല. അവന്റെ ഇബാദത്തുകൾക്ക് സമയത്തിൽ പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. അവന്റെ വിശ്രമം, ഉറക്കിന് യാത്ര ഭംഗം വരുത്തിയേക്കാം. പ്രവാചകൻ പഠിപ്പിക്കുക, ഒരു യാത്ര എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മളെ ആളുകളൊക്കെ യാത്ര പോകുമ്പോൾ വലിയ വലിയ DJ സംവിധാനങ്ങളുള്ള, വലിയ ശബ്ദത്തിൽ മ്യൂസിക്കുകൾ കേട്ടുകൊണ്ട് ആർത്തുല്ലസിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന ആളുകൾ. സഹോദരങ്ങളെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ യാത്ര എന്നുള്ളത് അവനൊരു പരീക്ഷണമാണ്. മാത്രമല്ല, ആ യാത്ര പുറപ്പെടുന്ന സന്ദർഭത്തിൽ യാത്രയിലുടനീളം അവൻ അള്ളാഹുവുമായി ബന്ധം നിലനിർത്തിക്കൊണ്ടായിരിക്കണം അവൻ യാത്ര പുറപ്പെടേണ്ടത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യന്റെ യാത്രയെ കൃത്യമായി ആ യാത്രയിലെ മര്യാദകൾ പഠിപ്പിച്ചു. ഒരു യാത്ര പുറപ്പെടുന്ന സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ പ്രാർത്ഥനയിൽ ആ മനുഷ്യൻ പൂർണ്ണമായി അള്ളാഹുവിനോട് തേടുകയാണ് ആ യാത്രയിലുണ്ടാകുന്ന പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ. ഓരോ ഘട്ടത്തെയും, അവന്റെ യാത്രയുടെ ഓരോ ഘട്ടത്തെയും സൂചിപ്പിച്ചുകൊണ്ടാ ഒരു വിശ്വാസി അള്ളാഹുവിനോട് ആ യാത്രയിൽ പ്രാർത്ഥിക്കുന്നത്. നോക്കൂ നിങ്ങൾ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് 3 പ്രാവശ്യം ഒരു വിശ്വാസി അല്ലാഹു അക്ബർ എന്ന് പറയുകയാണ്. എന്നിട്ട് ആ മനുഷ്യൻ പറയുകയാണ്, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. എന്താ ഈ മനുഷ്യൻ പറയുന്നത്? അല്ലാഹുവാകുന്നു ഏറ്റവും വലിയവൻ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. എന്നിട്ട് ആ മനുഷ്യൻ പറയുന്നത് എന്താ? സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ
ഈ യാത്രക്കുള്ള ഈ സംവിധാനം അല്ലെങ്കിൽ ഇത് ഞങ്ങൾക്ക് ഒരുക്കി തന്നവനായ അല്ലാഹു അവൻ എത്ര പരിശുദ്ധനാണ്. വമാ കുന്നാ ലഹു മുഖ്രിനീൻ. ഞങ്ങൾക്ക് ഇതില് അപ്പുറത്തേക്ക് ഞങ്ങൾക്ക് ഒരുമിച്ച് കൂട്ടാൻ പ്രയോജനപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ആ റബ്ബിലേക്ക് തന്നെ നമ്മൾ മടങ്ങിപ്പോകുന്നവരുമാണ്. നമുക്കിത് ഒരുക്കി തന്നവൻ അള്ളയാണ്. എത്ര പരിശുദ്ധനാണ് അവൻ. അള്ളാഹു ഇത് ഒരുക്കി തന്നിട്ടില്ല എങ്കിൽ വമാ കുന്നാ ലഹു മുഖ്രിനീൻ, അത് ഒരുമിച്ച് കൂട്ടാൻ, അത് സംവിധാനിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. എന്നിട്ടോ തുടർന്ന് ആ മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദാ അൽ ബിർറ വത്തഖ്വ. നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് നമ്മളൊക്കെ ഒന്ന് നോക്കുക. നമ്മളൊക്കെ യാത്രകൾ ഒരുപാട് പോകാറുണ്ട്. പക്ഷെ യാത്രയുടെ സന്ദർഭത്തിൽ ഒരു വിശ്വാസി പ്രാർത്ഥിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഈ പ്രാർത്ഥന നമ്മളൊക്കെ നിർവഹിക്കലുണ്ടോ? നമ്മളൊന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക. അത്രയും ഗൗരവമുള്ള പ്രാർത്ഥനയാ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത്. എന്താ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദാ അൽ ബിർറ വത്തഖ്വ ومن العمل ما ترضى اللهم هون علينا سفرنا هذا واطوي عنا بعده اللهم أنت الصاحب في السفر والخليفة في الأهل اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل. ഒരുപാട് കാര്യങ്ങളാ ചോദിക്കുന്നത്. എന്താ പറഞ്ഞത്? അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദാ അൽ ബിർറ വത്തഖ്വ. പടച്ചോനെ, നിന്നോട് പുണ്യവും ബിർറും തഖ്വയും ഞാൻ നിന്നോട് ചോദിക്കുന്നു. അള്ളാഹിനോട് ആ യാത്രയിലെ പുണ്യവും അതേ രൂപത്തിൽ തഖ്വയോടെയുള്ള ഒരു യാത്രയും ചോദിക്കുക. വമിനൽ അമലി മാ തർലാ, നീ ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്യാൻ. അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സഫറനാ ഹാദാ, ഞങ്ങളുടെ ഈ യാത്രയെ ഞങ്ങൾക്ക് ലഘുവാക്കി തരണേ. വതുവി അന്നാ ബുഅദ, അതിന്റെ ദൈർഘ്യത്തെ ഞങ്ങൾക്കൊന്ന് ചുരുക്കി തരണേ. അല്ലാഹുമ്മ അൻത സ്വാഹിബു ഫിസ് സഫർ, യാത്രയിലെ കൂട്ടുകാരൻ നീയാണ് നാഥ. വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ, നമ്മൾ പോകുമ്പോ കുടുംബത്തിന്റെ, ഞാൻ പോകാണ്, എന്റെ കുടുംബത്തിന്റെ അനന്തരം അല്ലെങ്കിൽ ഉത്തരവാദിത്തം നാഥ നിന്നിലാണ്. അല്ലാഹുമ്മ അൻത സാഹിബു ഫിസ് സഫർ വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു, മിൻ വഅസാഇസ് സഫർ, യാത്രയുടെ പ്രയാസങ്ങളിൽ നിന്ന്, വകആബത്തിൽ മൻദർ, മോശമായ കാഴ്ചകളിൽ നിന്ന്, വസൂഇൽ മുൻഖലബി ഫിൽ മാലി വൽ അഹ്ൽ, കുടുംബത്തിലും സമ്പത്തിലും മോശമായ പര്യവസാനത്തെയും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. നോക്കൂ നിങ്ങൾ, ഇത്ര ഗൗരവമേറിയ ചോദ്യങ്ങളാ ഒരു വിശ്വാസി യാത്രയുടെ സന്ദർഭത്തിൽ ചോദിക്കുന്നത്. സഹോദരങ്ങളെ, ഒരുപക്ഷേ നമ്മുടെ അന്ത്യയാത്രയാകാൻ സാധ്യതയുള്ള ആ ഒരു യാത്ര തുടങ്ങുമ്പോൾ പോലും പൂർണ്ണമായി റബ്ബിൽ സമർപ്പിച്ചുകൊണ്ട് യാത്ര ചെയ്യാനാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത്. നാട്ടിലുള്ള ഓരോ അപകടങ്ങൾ കേൾക്കുമ്പോഴും ഓരോ പ്രയാസങ്ങൾ കേൾക്കുമ്പോഴും അതിനൊക്കെ ഒരുപാട് കാരണങ്ങൾ നമ്മൾ പറയുമ്പോഴും യാത്ര ഇറങ്ങുന്ന നമ്മൾ, യാത്ര പുറപ്പെടുന്ന നമ്മൾ നമ്മുടെ ഭാഗം ക്ലിയർ ആക്കിയിട്ടുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നോക്കുക, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ അല്ലേ, അള്ളയാണ് വലിയവനെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട, അല്ലാഹു അല്ലാത്ത മറ്റൊരാളുമില്ല. പോകുന്ന വഴിയിൽ കണ്ട ജാറത്തിലേക്ക് ഒരു 5 രൂപയുടെ നാണയത്തൊട്ട് എറിഞ്ഞു കൊടുത്തുകൊണ്ട് യാത്ര തുടരുന്നൊരു മനുഷ്യൻ, അവനും പറയുന്നു വിശ്വാസിയാണ് എന്നുള്ളത്. നോക്ക് നിങ്ങൾ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവാണ് ഏറ്റവും വലുത്. ആ ജാറത്തിൽ കിടക്കുന്നവനോ അതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരോ അല്ല, അള്ളയാണ് ഏറ്റവും വലുതെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ 3 പ്രാവശ്യം അത് പ്രഖ്യാപിച്ചുകൊണ്ട ആ മനുഷ്യന്
ഇറങ്ങുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ നിഗല മേഖലകളിൽ അവൻ ഓർക്കേണ്ട ഒരു മേഖലയാണത്. അള്ളാഹുവാണ് എല്ലാം എന്ന ഒരു ബോധത്തോടു കൂടി ഇറങ്ങുക. എന്നിട്ട് പിന്നെ പറയാ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ, ഇത് ഞങ്ങൾക്കൊരുക്കി തന്നവൻ അള്ളാഹു, അവൻ എത്ര പരിശുദ്ധനാണ്. ഞങ്ങൾക്ക് ഈ വാഹനം കീഴ്പ്പെടുത്തി തന്ന അള്ളാഹു അല്ലേ. ലോകത്ത് ഒരുപാട് വാഹനങ്ങളുണ്ട്, ഒരുപാട് കമ്പനികള്, അവരുടെ വാഹനങ്ങള് പല തരത്തിലുള്ള പ്രത്യേകതകള് ആ വാഹനങ്ങൾക്ക് അവർ പറയുന്നു. നമ്മളും പറയും അതെടുത്തോ, അത് നല്ല വാഹനമാണ്, ഒരു പേടിക്കേണ്ടതില്ല. മറ്റുള്ള വാഹനങ്ങള് അതില് ഒരുപാട് ഡിഫക്റ്റുകളുണ്ട്, അതിന്റെ നിർമ്മിതിയിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഇത് സേഫ് ജേണിക്ക് അല്ലേ, സേഫായ യാത്രക്ക് ഈ വാഹനം പറ്റും എന്ന് നമ്മളൊക്കെ പറയാറുണ്ട്. സഹോദരങ്ങളെ, എത്ര കമ്പനികൾ എത്ര തന്നെ പ്രത്യേകതകൾ പറഞ്ഞാലും ശരി, ഈ വാഹനം നമുക്കൊരുക്കി സംരക്ഷിച്ചു തരുന്നവൻ അള്ളയാണ് എന്ന ഒരു ബോധത്തോടു കൂടിയായിരിക്കണം നമ്മൾ പുറപ്പെടേണ്ടത്. നമുക്ക് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചൊരു വചനം ഉണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സൂചിപ്പിക്കുക, അലം തറ, നീ കണ്ടില്ലേ, അന്നൽ ഫുൽക തജ്രി ഫിൽ ബഹർ, കടലിലൂടെ സഞ്ചരിക്കുന്ന ഒരു കപ്പലിനെ നീ കണ്ടില്ലേ? എങ്ങനെയാ അതെങ്ങനെ സഞ്ചരിക്കുന്നു? കടലിലൂടെ ബിനിഅമത്തില്ലാ, അത് അതുണ്ടാക്കിയ കമ്പനിയുടെ പ്രത്യേകതക്കനുസരിച്ചല്ല, ബിനിഅമത്തില്ല, അള്ളാന്റെ അനുഗ്രഹത്താൽ ആ കടലിലൂടെ ആ സഞ്ചരിക്കുന്ന വാഹനത്തെ നീ കണ്ടിട്ടില്ലേ? എന്നിട്ട് അള്ളാഹ് പറയാ, ലിയുരിയകും മിൻ ആയാതിഹി, അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി. ആ കപ്പല് ആ വെള്ളത്തിലൂടെ അങ്ങനെ സഞ്ചരിക്കുന്നത് അത് നിങ്ങൾക്ക് അള്ളാഹു നൽകിയ ദുനിയാവിലുള്ള പല നിഅമത്തുകളും നിങ്ങൾക്ക് കാണിച്ചു തരാനാ. മുമ്പൊരു കപ്പലുണ്ടായിരുന്നു, നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ഇല്ലേ? അത്രയും പ്രത്യേകതകളുള്ള, അത്രയും സെക്യൂരിറ്റി സംവിധാനങ്ങളുള്ള ഒരു കപ്പലുണ്ടാക്കി ഒരുപാട് ആളുകളെയും കയറ്റി ആദ്യ യാത്രയിൽ തന്നെ ഒരു ഐസ് മലയിൽ തകർന്ന് നശിച്ചു പോയൊരു കപ്പല്. നോക്കുങ്ങള്, അള്ളാഹ് പറയാ, ആ കടലിലൂടെ ഒരു കപ്പൽ ഇങ്ങനെ സഞ്ചരിക്കുന്നത് അള്ളാന്റെ നിഅമത്ത് കൊണ്ട് മാത്രമാണ്, അള്ളാന്റെ ഒരു നിഅമത്ത് കൊണ്ട് മാത്രമാണ്. അവന്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഇന്ന ഫീ ദാലിക ലആയാത്ത്, അതിലെല്ലാം ദൃഷ്ടാന്തങ്ങളുണ്ട്. ലികുല്ലി സബ്ബാരിൻ ശകൂർ, ക്ഷമിക്കുകയും നന്ദി അർപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾക്കൊക്കെ അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുക. അപ്പൊ ഇതെല്ലാം സഞ്ചരിക്കുന്നത്, ആ വെള്ളത്തിന്റെ മുകളിലൂടെ ഒരു കപ്പൽ സഞ്ചരിക്കുന്നത് അള്ളാന്റെ നിയമത്ത് കൊണ്ടാണ്. ഈ റോഡിലൂടെ ഒരു വാഹനം സഞ്ചരിക്കുന്നത് അള്ളാന്റെ നിയമത്ത് കൊണ്ടാണ്. ആകാശത്തിലൂടെ ഒരു വിമാനം പറന്നു പോകുന്നത് അള്ളാഹുവിന്റെ നിയമത്ത് കൊണ്ടാണ് സഹോദരങ്ങളെ. അപ്പൊ കണ്ടോ, ഈ വാഹനം ഞങ്ങൾക്ക് ഒരുക്കി തന്നവനായ അള്ളാഹു സുബ്ഹാനല്ലദീ സഖറ ലനാ, ഞങ്ങൾക്ക് ഇത് ഒരുക്കി തന്നവനായ അള്ളാഹു എത്ര പരിശുദ്ധനാണ്. ഫമാ കുന്നാ ലഹു മുഖ്രിനീൻ, അവിടെ മനുഷ്യന്റെ അശക്തത, ദുർബലതയെ ബോധ്യപ്പെടുത്തുകയാണ്. ഞങ്ങളിത് കീഴ്പ്പെടുത്താൻ, ഒരുമിച്ച് കൂട്ടാൻ, അല്ലെങ്കിൽ ഇത് സംവിധാനിക്കാൻ കഴിവുള്ളവരായിരുന്നില്ല. ഇതിങ്ങനെ സഞ്ചരിപ്പിക്കാൻ നമ്മൾ കഴിവുള്ളവരായിരുന്നില്ല. അള്ളയാണ് നമുക്കിത് സംവിധാനിച്ചു തന്നിട്ടുള്ളത് അല്ലേ? മനുഷ്യന്റെ ദുർബല, മനുഷ്യൻ ദുർബലനായും കൊണ്ട സൃഷ്ടിക്കപ്പെട്ടതെന്ന് ഖുർആനിൽ അല്ലാഹു സൂചിപ്പിക്കുക. എന്നിട്ട് അടുത്തൊരു ഘട്ടത്തിലേക്ക് ആ പ്രാർത്ഥനയുടെ അടുത്ത ഭാഗം എന്താ? വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, ഒരുപക്ഷേ നമ്മൾ റബ്ബിലേക്ക് തന്നെ, തീർച്ചയായും നമ്മൾ റബ്ബിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നവരാണ്. നമ്മുടെ ഈ യാത്ര തന്നെ ഒരു അന്ത്യയാത്രയായി മാറിയേക്കാം. നമ്മൾ റബ്ബിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ്, പോകുന്നവരാണ് അല്ലേ? ഖുർആനിൽ എത്ര സ്ഥലത്ത് പറഞ്ഞു, ഇലൈഹിൽ മസീർ, അവനിലേക്കാണ് നിങ്ങളുടെ മടക്കം. വഇലല്ലാഹിൽ മസീർ, അല്ലാഹുവിലേക്കാണ് നിങ്ങളുടെ മടക്കം. ഇലൈഹി തുർജഊൻ, അവനിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നവരാണ്. ഇലല്ലാഹി തുർജഉൽ ഉമൂർ, കാര്യങ്ങളെല്ലാം അല്ലാഹുവിലേക്കാണ് മടക്കപ്പെടുന്നത്. ഒരുപാട് ആയത്തുകളിലൊക്കെ അങ്ങനെ പറയാം. കുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ, ഖിയാമത്ത് നാളില് ഒറ്റക്കായിട്ടാ ഓരോരുത്തരും വരിക എന്നല്ലാഹു പറയുകയാണ്. നോക്കുങ്ങൾ,
അള്ളാന്റെ അടുത്തേക്കാണ് നമ്മുടെയൊക്കെ മടക്കം. ആ മടക്കം അതാണ് സൂചിപ്പിക്കുന്നത്. ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. നമ്മൾ റബ്ബിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ്. നമുക്ക് ഈ വാഹനമൊക്കെ അള്ളാഹു ഒരുക്കി തന്നു. അല്ല എത്ര പരിശുദ്ധൻ! നമുക്കിതൊന്നും ഉണ്ടാക്കാൻ, ഇങ്ങനെ ഒരുക്കാൻ കഴിവുള്ളവരല്ല നമ്മൾ ആ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാണ്. എന്നിട്ടാ പിന്നെയാ ചോദിക്കുന്നത് എന്ത്? പടച്ച റബ്ബേ, ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദാ അൽ ബിർറ വത്തഖ്വ. ഈ യാത്രയിൽ ഞങ്ങൾ നിന്നോട് തഖ്വയും ബിർറും പുണ്യവും തഖ്വയും നന്മയും തഖ്വയും നിന്നോട് ചോദിക്കുന്നു. ആ ദൈവ ഭയഭക്തി ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ്. അല്ലേ? യാത്ര പലതരത്തിലുള്ളതുണ്ട്. നന്മ നിറഞ്ഞ യാത്രകളുണ്ട്, തിന്മ നിറഞ്ഞ യാത്രകളുണ്ട്. അല്ലേ? നന്മ നിറഞ്ഞ യാത്രയാക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക അള്ളാഹുവിനോട്. തിന്മയിൽ അധിഷ്ഠിതമായ, തിന്മയിലേക്ക് നയിക്കുന്ന യാത്രകളാക്കരുതേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ആ യാത്രയിൽ ഇബാദത്തുകൾ നിർവഹിക്കുന്ന, കൃത്യമായി നമസ്കാരം ആ യാത്രയിലുള്ള ഇളവുകൾക്കനുസരിച്ചുകൊണ്ട് അത് നിർവഹിക്കുന്ന ഒരവസ്ഥ. അല്ലേ? എത്രയെത്ര യാത്രകൾ നമസ്കാരം പോലും മറന്നു പോകുന്ന, റബ്ബിന് ദിക്ർ ചൊല്ലേണ്ട സന്ദർഭങ്ങളിൽ DJ മ്യൂസിക്കുകൾ കേട്ടുകൊണ്ട് മറ്റു രൂപത്തിൽ സമയം ചെലവഴിക്കുന്ന ഒരവസ്ഥ, ഹറാമില് മുങ്ങിക്കുളിച്ചു പോകുന്ന ഒരവസ്ഥ. അവിടെയാ പറയുന്നത് പുണ്യവും തഖ്വയും ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു. വമിനൽ അമലി മാ തർള. നീ ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്യാൻ, അള്ളാഹുവിനെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹു തൃപ്തിപ്പെടുന്ന രൂപത്തിലുള്ള ഒരു ശൈലിയിൽ പോകാൻ, ഖുർആൻ പാരായണങ്ങൾ കേൾക്കാൻ, ഖുർആൻ പാരായണം ചെയ്യാൻ, കൃത്യമായി ഇബാദത്തുകൾ ചെയ്യാൻ, സാധുക്കളായ ആളുകൾക്ക് രക്ഷയും സമാധാനവുമാകാൻ, അങ്ങനെയൊക്കെയുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു യാത്രയാക്കി ഞങ്ങളുടെ യാത്രയെ നീ മാറ്റണേ എന്ന്. മിനൽ അമലി മാ തർള. നീ തൃപ്തിപ്പെടുന്ന ഒരു കർമ്മം ചെയ്യുന്നൊരവസ്ഥ. ദഅവത്ത് നടത്താൻ, ആളുകളെ നന്മയിലേക്ക് ക്ഷണിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ. ആളുകളെ നന്മയിലേക്ക് ക്ഷണിക്കുന്നതിനേക്കാളും പുണ്യമായൊരു കർമ്മം വേറല്ല. റസൂല് ഖലീഫമാരെ പറഞ്ഞയക്കുന്ന സന്ദർഭത്തിൽ പഠിപ്പിക്കുക, ആദ്യം അവരോട് പറയേണ്ടത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് അവരെ നീ ക്ഷണിക്കണം. സഹോദരന്മാരെ, യാത്രയിൽ ദഅവത്തിന് നമുക്ക് സമയം ചെലവഴിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതേ രൂപത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ. യാത്ര ലഘൂകരിക്കാൻ വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. എന്ത്? അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സഫറനാ ഹാദാ വതുവി അന്നാ ബുഅദ. യാത്രക്കൊന്ന് എളുപ്പമാക്കി, ദൈർഘ്യമൊക്കെ ഒന്ന് കുറച്ച് ലഘൂകരിച്ച് തരണേ. അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. റസൂൽ പറഞ്ഞല്ലോ 3 പ്രാർത്ഥനകൾ. ആ 3 പ്രാർത്ഥനകൾ അള്ളാഹു തട്ടുകയില്ല എന്ന ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനകളാണ്. ദഅവത്തു സായിം, നോമ്പുകാരന്റെ പ്രാർത്ഥന. വദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന. വദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ പ്രാർത്ഥന. ആ യാത്രയിലൊക്കെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കും. ഒന്ന് സ്വയം ഒന്നിങ്ങനെ തിരിഞ്ഞു നോക്കുക. നമ്മൾ നടത്തിയിട്ടുള്ള യാത്രകളിലൊക്കെ ഈ രൂപത്തിൽ പ്രാർത്ഥനയോടുകൂടിയുള്ള ഒരു യാത്രയാണോ നമ്മൾ നിർവഹിച്ചിട്ടുള്ളത്? പലതരത്തിലുള്ള പ്രയാസങ്ങൾ നമ്മൾ നേരിടാറുണ്ട്. നമ്മളൊക്കെ പറയാറുണ്ട്, എൻ്റെ യാത്ര വല്ലാത്തൊരു പ്രയാസമുള്ളൊരു യാത്രയായിരുന്നു, ആകെ കുടുങ്ങിപ്പോയി, ഇന്ന സ്ഥലത്ത് കുടുങ്ങിപ്പോയി, മണിക്കൂറുകൾ കുടുങ്ങിപ്പോയി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആ യാത്രയുടെ തുടക്കത്തിൽ നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിച്ചിരുന്നോ? അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സഫറനാ. പടച്ചോനെ, ഞങ്ങളുടെ യാത്ര ഞങ്ങൾക്കൊന്ന് ലഘൂകരിച്ച് എളുപ്പമാക്കി തരണേന്ന് നമ്മൾ പ്രാർത്ഥിച്ചിരുന്നോ? അതിന്റെ പ്രയാസങ്ങൾ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇറങ്ങുന്ന സന്ദർഭത്തിൽ റബ്ബിനോട് നമ്മൾ പറയേണ്ട ആ ഒരു കാര്യം നമ്മൾ നിർവഹിച്ചിരുന്നോ? യാത്രയിൽ നമ്മൾ കമ്പനിക്ക് ആളെ കൂട്ടും, കൂട്ടുകാരനെ കൂട്ടും. ഏറ്റവും വലിയ കൂട്ടുകാരൻ അള്ളയാണ്. അല്ലാഹുമ്മ അൻത സാഹിബു ഫിസ് സഫർ. യാത്രയിൽ എൻ്റെ കൂട്ടുകാരൻ നീയാണ് റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിനെ കൂട്ടുകൂട്ടാൻ, കൂടെ റബ്ബുണ്ടെന്ന ആ ഒരു ബോധത്തോടുകൂടി
തന്റെ യാത്രയിലെ കൂട്ടുകാരനായി തന്റെ റബ്ബുണ്ടെന്ന ആ ഒരു ബോധത്തോടു കൂടി യാത്ര ചെയ്യാൻ നമുക്ക് സാധിക്കാറുണ്ടോ? സഹോദരങ്ങളെ, അങ്ങനെ ആകുമ്പോഴേ നമ്മുടെ യാത്ര എളുപ്പമാവുകയുള്ളൂ. അങ്ങനെയുള്ള എളുപ്പമുള്ള യാത്രകൾ നിർവഹിക്കാൻ ശ്രമിക്കുക. റഹ്മുർ-റഹീമായ നാഥൻ നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ യാത്രയിലെയും ബുദ്ധിമുട്ടുകളെ മാറ്റി എളുപ്പകരമായ യാത്രയായി തീർക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്നൊരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. യാത്ര അത് റബ്ബിനെ ഓർത്തുകൊണ്ട് എല്ലാം റബ്ബിൽ ഭരമേൽപ്പിച്ച് തവക്കുലാക്കിക്കൊണ്ടുള്ള ഒരു കർമ്മമാണ്. ഏറെ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് യാത്ര. പക്ഷേ ആ യാത്രയുടെ മര്യാദകളും അതിൽ ചെല്ലേണ്ട പ്രാർത്ഥനകളും വിസ്മരിച്ചു കൊണ്ടുള്ള ഒരു അവസ്ഥയാണ് ഇന്ന് ഭൂരിഭാഗം ആളുകളും ഉള്ളത്. എല്ലാം റബ്ബിൽ അർപ്പിച്ചുകൊണ്ട് റബ്ബിനെ യാത്രയിൽ ഒരു പങ്കാളിയാക്കി തൻ്റെ കൂടെ കൂട്ടുകാരനായി റബ്ബിനെ സ്വീകരിച്ചു കൊണ്ടുള്ളൊരു പോക്ക്. അവസാനം പറയുന്നത് വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ, കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചുകൊണ്ട് എനിക്ക് പകരം എൻ്റെ കുടുംബത്തിൽ നാദാ ഞാൻ പോവാണ്, തിരിച്ചു വരുമോന്നറിയില്ല, പക്ഷെ എൻ്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം നീ ഏൽക്കണേ. റബ്ബിനെ ഏൽപ്പിച്ചുകൊണ്ടുള്ള ഒരു പോക്കാണ് സഹോദരന്മാരെ നമ്മൾ പോകുന്നത്. നമ്മുടെ കുടുംബവും സമ്പത്തും എല്ലാം റബ്ബിലേൽപ്പിച്ചുകൊണ്ടുള്ളൊരു പോക്ക്. നമ്മൾ പോകുമ്പോൾ എല്ലാത്തിനും നമ്മൾ ആളെ ഏൽപ്പിക്കാൻ പറ്റും, എല്ലാത്തിനും റൂമിനൊക്കെ പൂട്ടിയിട്ട് പോകാൻ പറ്റും. പക്ഷെ കുടുംബത്തെ പൂട്ടിയിട്ട് പോകാൻ പറ്റില്ലല്ലോ. ആ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം നമ്മൾ റബ്ബിലേൽപ്പിച്ചു റബ്ബിൽ തവക്കുല് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അതാ ആ പ്രാർത്ഥനയെ പറയുന്നത്. എന്നിട്ട് അവസാനം പറയാ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅതാഇ സഫർ, യാത്രയുടെ ക്ലേശങ്ങളിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. വകആബത്തിൽ മന്ദർ, മോശമായ കാഴ്ചയും വസൂഇൽ മുൻഖലബി ബിൽ മാലി വൽ അഹ്ലി, കുടുംബത്തിലും സമ്പത്തിലും മോശമായ വിപത്തുക്കളിൽ നിന്ന് പര്യവസാനങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ യാത്രയിലേക്ക് കയറുക. യാത്ര തുടങ്ങുന്ന സന്ദർഭത്തിൽ പ്രാർത്ഥിക്കാൻ റസൂല് പഠിപ്പിച്ചതാണ്. സഹോദരങ്ങളെ, ഈ പ്രാർത്ഥനകൾ നമ്മൾ പഠിക്കേണ്ടത്. ഇത്രയും ഗൗരവമുള്ള പ്രാർത്ഥനയാണ്. ആ മരണപ്പെട്ട ആളുകളുടെയൊക്കെ കഥകളും അവരെ കുറിച്ചുള്ള ന്യൂസുകൾ കേൾക്കുമ്പോൾ നമ്മൾ സങ്കടപ്പെടുന്നുണ്ട്. ശരിയാണ്. ആ സന്ദർഭത്തിൽ, യാത്ര പുറപ്പെടുന്ന സന്ദർഭത്തിൽ നമ്മളും ഈ രൂപത്തിൽ ഒരുപക്ഷെ അവർക്കുള്ളതുപോലെ നമ്മുടെ അവസാന യാത്രയായിരിക്കാം. അതും റബ്ബിൽ സമർപ്പിച്ചു കൊണ്ടുപോകാൻ കൃത്യമായി ഇസ്ലാമിക മാനങ്ങളെ പുൽകിക്കൊണ്ടുള്ളൊരു യാത്രയാക്കി നമ്മുടെ യാത്രകളെ മാറ്റാൻ ശ്രമിക്കുക. റഹ്മുർ-റഹീമായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ യാത്രകൾ തികച്ചും ഇസ്ലാമികവും റബ്ബിൻ്റെ സംരക്ഷണയിലുള്ളതുമായ യാത്രകളാക്കി മാറ്റാൻ ശ്രമിക്കുക. റഹ്മുർ-റഹീമായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥ, ഞങ്ങളുടെ ഓരോ യാത്രകളും പുണ്യകരമായ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന രൂപത്തിലുള്ള യാത്രകളാക്കി ഞങ്ങൾക്ക് ആക്കി തീർക്കണേ റഹ്മാനെ. യാത്രയുടെ പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ലഘൂകരണം നൽകണേ റഹ്മാനെ. ഞങ്ങൾ യാത്ര പോകുന്ന സന്ദർഭത്തിൽ ഞങ്ങളുടെ കുടുംബത്തെ സംരക്ഷിച്ച് ദീനിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണേ റഹ്മാനെ. റഹ്മുർ-റഹീമായ നാഥ, യാത്രയിൽ അന്ത്യയാത്രയായി മാറിയ ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങളുടെ വേണ്ടപ്പെട്ട അടുത്ത കുടുംബക്കാരും ബന്ധുക്കളും ആദർശ ബന്ധുക്കളുമായ ആളുകളുണ്ട്. അവർക്കെല്ലാം പരലോകം നീ ഭാസുരമാക്കി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണേ റഹ്മാനെ. റഹ്മുർ-റഹീമായ നാഥ, നാളെ പരലോകത്ത് വിചാരണ ചെയ്യുമ്പോൾ വലത് കയ്യിൽ ഗ്രന്ഥം ലഭിച്ച് സ്വർഗം നേടുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർ വാലിദൈനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.